എത്തിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദിന് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന എന്തൊക്കെയാണ്? ആ ദൗത്യത്തിന്റെ ഏറ്റവും മർമ്മപ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടുത്തെ ജോലി പുരോഗമിക്കുന്നത് കാണാം. എന്തൊക്കെയാണ് ഷഫീദിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ ഈ അപകട മേഖലയിൽ, അതായത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നടക്കുന്ന ഒരു തിരച്ചിലെന്ന് പറയുന്നത് സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ നദിയുടെ അടുത്തേക്ക് മുൻപ് നമ്മൾ പലപ്പോഴുമായി പറഞ്ഞ പ്ലാറ്റ്ഫോം നിർമ്മിക്കലാണ്. അത് നിർമ്മിച്ച് കുറച്ചുകൂടി നദിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നദിയിലേക്കുള്ള മണ്ണ് നീക്കം സുഖകരമാക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഈ രാജധാനി എക്സ്പ്രസ്സിൽ 9:45 രാജധാനി എക്സ്പ്രസ്സിൽ ഡ്രോൺ ബാറ്ററി എത്തും. ഡ്രോൺ ബാറ്ററി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോൺ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ പരിശോധന 11 മണിയോടുകൂടി ആരംഭിക്കും. ഇപ്പോൾ മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഡ്രോൺ ബാറ്ററി ശേഖരിക്കാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അവർ മടങ്ങിയെത്തിയാൽ ആ ഡ്രോൺ പരിശോധന ആരംഭിക്കും. ഈ ഡ്രോൺ പരിശോധനാ സമയത്ത് ഒരു ഹൈലി സെക്യൂർഡ് സിസ്റ്റം അത് ഈ അപകട മേഖലയ്ക്ക് ചുറ്റും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നമ്മൾ നിൽക്കുന്ന അപകട മേഖലയ്ക്ക് അടുത്തുള്ള മേഖലയിൽ മാത്രമല്ല, ഏതാണ്ട് 10-32 കിലോമീറ്റർ ചുറ്റളവിൽ കർണാടക പോലീസ് അതല്ലെങ്കിൽ ഷിരൂർ പോലീസ് അതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ ക്യാമറകൾ അനുവദിക്കുന്നില്ല. അതിനുമപ്പുറത്തേക്ക് ഈ തിരക്കുള്ള, അതായത് പുഴയുടെ സമീപഭാഗങ്ങളിലേക്ക് പ്രദേശവാസികളെ പോലും വിടാത്തത്ര രീതിയിലേക്കുള്ള ഒരു കർശന സുരക്ഷാ വലയം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ട്. നമ്മൾ ഇക്കാര്യം കർണാടക പോലീസിനോട് ചോദിച്ചപ്പോൾ സൈന്യത്തിന്റെ തിരച്ചിൽ ഒരു റിസ്കി ജോബ് നടക്കുന്നു, അതുകൊണ്ട് അങ്ങോട്ടേക്ക് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. ഏതായാലും അപകട മേഖലയുടെ ചുറ്റുപാടിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. പക്ഷേ പരമാവധി ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴായി നമ്മൾ എത്തിക്കും. എന്താണ് അവിടെ നടക്കുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട അർജുനിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ, എങ്ങനെയാണ് തിരച്ചിൽ എന്നുള്ളതിന്റെ ഓരോ നിമിഷത്തെയും അപ്ഡേഷൻ നമ്മൾ പരമാവധി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഏതായാലും നമുക്കിത് നിർണായകമാകുന്നത് 3 പരിശോധനയാണ്. ഒന്ന്, ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം, പ്ലാറ്റ്ഫോം ഉണ്ടാക്കലടക്കമുള്ള പരിശോധന. രണ്ടാമത്തേത് ഡ്രോൺ പരിശോധനയാണ്. ഡ്രോൺ പരിശോധനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഷഫീദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൗത്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ ഭാഗത്താണ് ആ തെരച്ചിലാകെ നടക്കേണ്ടത്. പക്ഷേ അവിടേക്ക് നാവികസേന ഇനിയും എത്തിയിട്ടില്ല എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ എത്താൻ പറ്റാത്ത സാഹചര്യം എന്നത് ആ പുഴ അതിനനുകൂലമായിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. കഴിഞ്ഞ കുറച്ച് സമയമായി അവിടെ മഴ പെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഉദ്ഭവ കേന്ദ്രങ്ങളിലോ വൃഷ്ടിപ്രദേശങ്ങളിലോ ഒക്കെ മഴ പെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ജലനിരപ്പ് ഉയർന്നു തന്നെയാണ്, അടിയൊഴുക്കുണ്ട്. എന്തായാലും ഇന്ന് അവിടെ പരിശോധന നടത്തും എന്നത് ഉറപ്പാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വീണ്ടും ഹാഷ്മി, ഇന്നലെ വലിയ ബോട്ടുകളൊക്കെ കൊണ്ടുവന്ന് അവിടെ വേണമെങ്കിൽ ഒരു പരിശോധന നടത്തേണ്ടി വരും എന്ന് നാവികസേന ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യമുണ്ടോ? കൂടുതൽ ക്രമീകരണങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടി വരുമോ? ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഡ്രോൺ പരിശോധന ഒരു 11 മണി കഴിഞ്ഞിട്ടേ ഉണ്ടാകൂ. ആ ബാറ്ററി എത്തിക്കേണ്ടതുണ്ട്. അത് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് MLA അടക്കമുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. ഡ്രോൺ പരിശോധന ഇതിന് സമാന്തരമായി നടക്കേണ്ടതാണ്. ഈ വാഹനത്തിൻ്റെ ക്യാബിനൊക്കെ ഏത് ഭാഗത്താണെന്ന് കണ്ടെത്താൻ കഴിയും അതിലൂടെ. അപ്പോൾ ഈ നാവികസേനയുടെ പരിശോധന അതിന് മുമ്പുണ്ടാകുമോ? അതിന് പറ്റുന്ന തരത്തിലേക്ക് ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരുപക്ഷെ ദൗത്യ സംഘം മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയൂ. എന്തായാലും നമുക്കെന്തെങ്കിലും ആ നിലയ്ക്കുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ആ സംഘങ്ങളിൽ നിന്ന്? വിജയകുമാർ, ചെറിയൊരു തിരുത്ത് അതിലുള്ളത് മഞ്ചേശ്വരം MLA AK അഷ്റഫ് MLA ഇവിടെയുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് MLAയുടെ കൂടെയുള്ള ആളുകളാണ് ഈ ഡ്രോൺ ബാറ്ററി സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോട്ടെ എന്തായാലും മഞ്ചേശ്വരം MLA അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞ MLA പറഞ്ഞ AK അഷ്റഫ് MLA പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. MLAക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ഭംഗിയായി ഈ ദിവസങ്ങളിലൊക്കെ ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന ഈ സമിതികളിലൊക്കെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന വളരെ സമർത്ഥനായ മഞ്ചേശ്വരം MLAക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം. പക്ഷേ അദ്ദേഹം നമ്മളോട് അത് പരസ്യമായി എല്ലാ കാര്യങ്ങളും പറയുന്നതിൽ ചില പരിമിതികൾ എന്തായാലും ഉണ്ടാവുമല്ലോ വിജയകുമാർ. ഇന്നിപ്പോ MLA പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാലാവസ്ഥ ദുഷ്കരമാണെങ്കിലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ചില സൂചനകളാണ്. വിജയകുമാർ, നമുക്കറിയാം, വിജയകുമാർ ഇതിനേക്കാൾ വലിയ ദുഷ്കര സാഹചര്യങ്ങൾ നേരിട്ടവരാണ് നേവിയും
ആർമിയും ഒക്കെ അവർ ഒഴുക്ക് കാണാത്തവരൊന്നുമല്ല. അപ്പോൾ ഈ ഒഴുക്കിൽ അവർ പരമാവധി ശ്രമിച്ചു ഒഴുക്കിലേക്ക് ഇറങ്ങാൻ. നിലവിലെ സാഹചര്യത്തിൽ കഴിയുന്നില്ലെങ്കിൽ അസാധാരണ സാഹചര്യത്തിൽ അസാധാരണമായി പ്രവർത്തിക്കാൻ ഏബിളാണ്, എഫിഷ്യൻ്റാണ് നമ്മുടെ നാവികസേന, കരസേന അടക്കമുള്ളവർ. അപ്പോൾ അത്തരത്തിൽ ചില ആലോചനകൾ, അതാണ് ഞാൻ നേരത്തെ ബി പ്ലാൻ, നമുക്ക് പൂർണ്ണമായി സ്ട്രാറ്റജി വ്യക്തമാകാത്ത ഒരു ബി പ്ലാനെ കുറിച്ചുള്ള ആലോചന രാവിലെ യോഗത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് എന്ന് പക്ഷേ കൃത്യമായി പറയാൻ, അതിന്റെ സാങ്കേതിക സഹായത്തോട് പറയാൻ നമുക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം വരും. AK അഷ്റഫ് MLA യും കാർവാർ MLA യും അകത്തേക്ക് പോയിട്ടുണ്ട്. അവരെ അല്പസമയത്തിനകം ഒന്ന് ഫോൺ വിളിക്കാൻ ഞാൻ ഇടയ്ക്ക് ഒരു തവണ അഷ്റഫ് MLA ഒന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം ബിസിയാണ്, അപ്പോൾ എന്തോ തിരക്കിലാണ്. അപ്പോൾ അകത്തേക്ക് പോയി കൃത്യമായി നമ്മളെ തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ പറയുന്നതിൽ അവർ ഒരു മടിയും കാട്ടുന്ന MLA മാരല്ല. കാർവാർ MLA ആവട്ടെ, മഞ്ചേശ്വരം MLA ആവട്ടെ, അവരിൽ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ അതിനകത്ത് നിന്ന് യോഗത്തിന്റെ ഒക്കെ വിശദാംശങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് കരയ്ക്ക് ഇത് വലിയ അടിയൊഴുക്കാണെന്ന് കരുതി നിസ്സഹായമായി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ സേനാ വിഭാഗങ്ങൾ എന്ന് തന്നെ വേണം മനസ്സിലാക്കുക. അതിന്റെ ഒരു ബി പ്ലാൻ എന്താണെന്ന് വ്യക്തമായി അറിയാത്ത ഒരു ബി പ്ലാനിലേക്ക് അവർ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗം ഞാൻ വിലയിരുത്തുന്ന ആ വിവരം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ പോയ നേവിയുടെ കൂടുതൽ സൗകര്യമുള്ള ബോട്ടുകൾ, നേവിയുടെ കൂടുതൽ എക്സ്പെർട്ട് ആയിട്ട് ഡൈവർമാരൊക്കെ അകത്തേക്ക് പോകുന്നത് ആ ബി പ്ലാന്റെ ഭാഗമായിട്ടാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്തായാലും ഇന്ന് AK അഷ്റഫ് MLA അടിയുറച്ച് പറയുന്നു, MK രാഘവൻ MP യും AK അഷ്റഫ് MLA അടിയുറച്ച് പറയുന്നു, ഇന്ന് ഉച്ചയോടുകൂടി കൃത്യമായ ഒരു ധാരണ, കൃത്യമായ ഒരു വിവരം നിങ്ങൾക്ക് തരും എന്ന് ഏതാണ്ട് ഉറപ്പോടുകൂടി പറയുന്നതിലാണ് നമ്മുടെ പ്രതീക്ഷ. കാര്യം ഇവർ ഈ ദിവസങ്ങളിൽ ഈ സംഘത്തിനൊപ്പമൊക്കെയുണ്ട്, യോഗങ്ങളിലൊക്കെയുണ്ട്. ഉന്നതതലത്തിൽ നടക്കുന്ന എല്ലാവിധ ആലോചനകളും കൃത്യമായി തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പോലും വിജയകുമാർ ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ട് പെയ്ത മട്ടിൽ ഒറ്റ മഴ, ഏതാനും മിനിറ്റുകൾ നീണ്ടു നിന്ന ഒരു വലിയ മഴയാണ് പെയ്തത്. ഇപ്പോൾ അന്തരീക്ഷം ഏതാണ്ട് മേഘാവൃതമാണ്, പക്ഷേ മഴയില്ല, ചെറിയ ചാറ്റൽ മഴയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ അവസ്ഥ തുടർന്നാൽ മതി. ഈ അവസ്ഥ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും തുടർന്നാൽ കാര്യങ്ങൾ സുഗമമാകുമെന്ന് പറഞ്ഞു. അതോടൊപ്പം ആ ഡ്രോൺ ബാറ്ററി എത്തി പരിശോധന തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കിടക്കുന്ന ഈ ലോറി, കീഴ്മേൽ മറിഞ്ഞ് കിടക്കുന്ന ലോറിയുടെ ക്യാബിൻ, അതിന്റെ വാതിൽ തുറക്കാൻ കഴിയുന്നതാണോ, അതോ തുറക്കാൻ കഴിയാത്തവണ്ണം മറ്റെന്തെങ്കിലും കട്ടർ പോലുള്ള ഉപകരണം താഴേക്ക് എത്തിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ഡ്രോൺ പരിശോധനയിൽ കുറച്ചുകൂടി യഥാർത്ഥമായ ദൃശ്യങ്ങൾ കിട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീകാന്ത് കൂടിയുണ്ട്. വിജയകുമാർ, ശ്രീകാന്ത്, 11 മണിയോടെ ഈ ഡ്രോൺ പരിശോധന തുടങ്ങാൻ പോകുന്നുണ്ട്. ആ ഡ്രോൺ അത്യാധുനികമാണ്. 20 മീറ്റർ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി ഭംഗിയായി നമുക്ക് ലെജിബിളായി കാണാൻ കഴിയുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ തരാൻ കഴിവുള്ള സംവിധാനമാണ്. ആ പരിശോധനയോട് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആകും ഈ ദൗത്യം എന്ന് കരുതാമോ ശ്രീകാന്ത്? ഒരു സംശയമുണ്ട് ഹാഷ്മി അക്കാര്യത്തിൽ. കാരണം ഇന്ന് രാവിലെ തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ, കൂടുതൽ സാങ്കേതിക വിദ്യ ഇവിടേക്ക് കൊണ്ടുവന്ന് അതുപയോഗിച്ചുള്ള തിരച്ചിലായിരിക്കും ഇന്ന് തുടരാൻ പോകുന്നതെന്നാണ്. കാരണം അവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇന്ന് എന്തായാലും ഇതിനകത്തൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ബ്രേക്ക് ത്രൂ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അവർ കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ എത്തിക്കുന്നത്. മാധ്യമങ്ങളെ അടക്കം അവിടെ നിന്ന് മാറ്റി, അതായത് ഈ സിഗ്നൽ സംവിധാനങ്ങളിൽ തകരാർ വരും എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ചത് എന്നല്ലേ കാർവാർ MLA പറഞ്ഞത്. അത് കൃത്യമായി തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സിഗ്നലിംഗ് സംവിധാനത്തിൽ ചെറിയ തകരാർ വരും. കൂടുതൽ ലൈവ് ബാഗുകൾ പ്രവർത്തിച്ചാൽ, അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകൾ പ്രവർത്തിച്ചാൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനാൽ മാധ്യമപ്രവർത്തകർ മാറി നിൽക്കണം, കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ആ വാക്കുകളെ ധിക്കരിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് കൃത്യമായി അദ്ദേഹം അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞതുമാണ്. ഇനി 11 മണിയോടെ, ഷഫീദ് അല്പസമയം മുമ്പ് പറഞ്ഞു, 11 മണിയോടെ ഡ്രോൺ ബാറ്ററി എത്തും. അതുകൂടി എത്തിക്കഴിയുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടുത്തെ ടെറൈനാണ്. ഹാഷ്മി നേരത്തെ മുതൽ തന്നെ പറയുന്നുണ്ട്, ഇവിടുത്തെ ടെറൈൻ, ഈ ഷിരൂർ കുന്നുകൾ എന്ന് പറയുന്നത് ഏത് നിമിഷവും ഇടിഞ്ഞിറങ്ങാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള ഷിരൂർ കുന്നുകളാണ്. ഏതാണ്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിലുകൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് നോക്കൂ. അവിടെ കണ്ടോ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയാണ്. എന്താ പറയുക, ഈ ദേശീയവാദയ്ക്ക് ഇരുവശവും അത്തരത്തിൽ മണ്ണിങ്ങനെ ഏത് സമയം ഇടിഞ്ഞിടിഞ്ഞ് നിൽക്കുന്ന ഈ അവസ്ഥയാണ്. ഒട്ടുമിക്ക ദേശീയവാദം ഇങ്ങോട്ടുള്ള വഴിയിലൊക്കെ പരിശോധിച്ചാൽ ഈ പരുവത്തിൽ ചെറുതും വലുതും മണ്ണുവീഴ്ചകൾ കാണാം. വല്ലാത്ത ഒരു മലയാണ്, വല്ലാത്ത മണ്ണുമാണ് ശ്രീകാന്ത്. അത് വേറെ കാര്യം. നമ്മൾ ഈ NH നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ആളുകളുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നു. അവർ പറയുന്നത് ഈ NH 66 ഷിരൂർ കുന്നുകൾ, ഈ സ്ട്രെച്ച് എന്ന് പറയുന്നത്, ഈ പോകുന്ന ഷിരൂർ കുന്നുകളുടെ സ്ട്രെച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സ്ട്രെച്ച് എന്നാണ് അവർ വിശേഷിപ്പിക്കുകയുണ്ടായത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെങ്കുത്തായ മലനിരകൾ ഒരു വശത്തും, മറുവശത്ത് മിക്കപ്പോഴും ഈ കരകവിയുന്ന ഗംഗാവാലി നദിയും. അതാണ് അവരെ ഈ സ്ട്രെച്ചിന് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നതായി പറഞ്ഞ കാര്യവും. അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് നദിയുടെ വീതി ഏതാണ്ട് 252 മീറ്റർ ആയിരുന്നു എന്നുകൂടി പറയുന്നു. അപ്പോൾ തന്നെ ഓർക്കണം, അത് എത്രത്തോളം വലിയ തോതിൽ ജലം അതിൽ സംഭരിച്ചാണ് ഒഴുകിയിരുന്നത് എന്നുള്ളത്. നദിയുടെ നിരപ്പിൽ നിന്നും ആദ്യത്തെ തട്ടിലെ റോഡ്, 2 തട്ടുകളിലായാണ് റോഡുള്ളത്. ആദ്യത്തെ തട്ടിലെ റോഡ് ഒരു നിമിഷം തുടരുക.